വാട്സ്ആപ്പ് ഗൈസ്. സോ ഞാനിന്നിരിക്കുന്നത് ലിങ്കൺ നാവിഗേറ്ററിലാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ച് മോസ്റ്റ് ലക്ഷൂറിയസ് വണ്ടി എന്ന് പറയുന്നത് ഈ ലിങ്കൺ നാവിഗേറ്റർ. ഇതൊരു 7 സീറ്റർ വണ്ടിയാണ്. നമുക്ക് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഒരു ലോഡ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതിനകത്ത് കുറേ ഫങ്ഷൻസ് നമുക്ക് കാണുമ്പോൾ നമുക്കത് എന്താ പറയുക, നമ്മുടെ ഫോർഡിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് തോന്നും. കാരണം ലിങ്കണും ഫോർഡും സെയിം കമ്പനി ആയതുകൊണ്ട്. നമുക്കൊരു സൈഡ് സ്റ്റിയറിംഗിൽ നിന്ന് തുടങ്ങാം. സോ ലിങ്കണിൻ്റെ ലോഗോ ഉണ്ട്. ഇത് ഫുൾ ലെതറാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ കൺട്രോൾസ് കാണാം. കോളിൻ്റെ, ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ, പിന്നെ മെനു സെലക്ട് ചെയ്യാനുള്ള കൺട്രോൾസ്, വോളിയത്തിൻ്റെ, പ്ലേ ബാക്കിൻ്റെ, ഇതെല്ലാം ക്രൂയിസിൻ്റെ കൺട്രോൾസാണ്. ഇത് ക്രൂയിസിൻ്റെ റഡാറുണ്ട് ഹാൻഡ് ഫ്രീ ആയിട്ട് ഓടിക്കാനായിട്ട്. പിന്നെ വരുന്നത് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ യൂണിറ്റുകളും ബൂട്ടിൻ്റെതും. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്കും ആക്സിലേറ്ററും നമുക്ക് അടുപ്പിക്കാൻ കഴിയും. കാരണം ഇതൊരു വലിയ വണ്ടിയാണ്. അതുകൊണ്ട് ഈ രണ്ട് സാധനങ്ങളും നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ബാക്കിലോട്ട് പോകാനും പറ്റും. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത് നമ്മൾ മെർസിഡീസിൽ കാണുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, പക്ഷേ ഇതൊരു സ്പ്ലിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റാണ്. കേട്ടോ, നമുക്ക് നടുക്കത്തെ പോർഷൻ ഒരു പാർട്ടായിട്ടല്ല, 2 പാർട്ടായിട്ടാണ്. പിന്നെ ഇത് മസാജിങ്ങിൻ്റെ ഓപ്ഷൻ. മസാജിൻ്റെ ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം. നമ്മൾ മസാജ് ഒക്കെ കഴിയുമ്പോൾ മസാജിൻ്റെ മെനു നമുക്ക് വരും. സോ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം നമുക്ക് ഏത് മസാജാണ് വേണ്ടത്. റിലാക്സിങ് പൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്ജസ്റ്റ്, നമുക്ക് മസാജ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ സീറ്റിൻ്റെ ഓരോ പൊസിഷനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിന് കാരണമെന്ന് പറയുന്നത് 2 സെപ്പറേറ്റ് പോർഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ സീറ്റിൻ്റെ കാര്യം, സീറ്റിനൊരു ബാക്ക് പില്ലർ പോലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് മസാജ് ചെയ്യാൻ കഴിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊരു സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓരോ പാർട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പാർട്ടുകളുണ്ട്. കാരണം ഇത് ലെഫ്റ്റും റൈറ്റും 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ലെഫ്റ്റും റൈറ്റും എന്ന് പറയുന്നത് ഈ റൈറ്റും ലെഫ്റ്റുമാണ്. നമുക്ക് ഇവിടെ നിൽക്കി ഇത് മാത്രമായിട്ട് താത്താൻ കഴിയും. പിന്നെ നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റർ. ഇത് നമുക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഗിയർ ഷിഫ്റ്റേഴ്സ് ആവും. ഇതിൻ്റെ ക്യാമറ യൂണിറ്റ്, പിന്നെ ഇതിൻ്റെ AC-യുടെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് അവരുടെ നമ്മുടെ USB പോർട്ടും ചാർജിങ് യൂണിറ്റ്സും. ഇത് നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് വെച്ചാൽ ഡ്രൈവ് മോഡാണ്. ഞാനിപ്പോൾ ഡ്രൈവ് മോഡ് കാണുമ്പോൾ ഡിസ്പ്ലേക്കകത്ത് വരുന്ന മാറ്റം കണ്ടോണേ. സോ ഇത് നോർമൽ ഡ്രൈവ് മോഡ്, ഇത് എക്കണോമിക് ആയിട്ടുള്ളത്. ഓഫ് റോഡ് എടുക്കുവാണെങ്കിൽ ഇതാണ് ഓഫ് റോഡിൻ്റെ ഡ്രൈവ് മോഡ്. 4 വീൽ ഷിഫ്റ്റ് ചെയ്യും. സോ ഒരു ലോഡ് ലക്ഷറി സാധനങ്ങളുള്ളതാണ് ലിങ്കൺ നാവിഗേറ്റർ. ഇതിൻ്റെ ഒരു ഡ്രീം വണ്ടിയാണ്. മാത്രമല്ല ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം, ഇത് റിവീലിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. വിഷയം സ്പീക്കർ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. സൗണ്ട് സിസ്റ്റം അടിപൊളിയാണ്. സൗണ്ട് ലഭിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ വില വരുന്നത് നല്ല വിലയാണ്. എന്തായാലും $1,00,000 മോളിൽ വരും. ഏതാണ്ട് 1 ലക്ഷം, ഒരു 10, 70, 80 ലക്ഷം രൂപ വരുന്നൊരു വണ്ടിയാണ് കാനഡയിൽ. മൈലേജ് വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ യാത്ര ചെയ്യാനും ഇതിൻ്റെ സൈസും ഒരു രക്ഷയില്ല. വിഷയം വണ്ടി തന്നെ. നമുക്കിതിന് പുറത്തോട്ടിരുമ്പോൾ നമുക്കൊരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ അതിനകത്ത് ഒരുപാട് ലൈറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ ബാർ ലൈറ്റ് ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ സീറ്റ് ബെൽറ്റ് ബക്കിൾ ചെയ്യുന്നിടത്ത് ഇതുണ്ട്, അവിടെയും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് റിയറിലെ സ്പേസ് എന്ന് പറയുന്നത്. റിയറിലൊരു ഡിസ്പ്ലേ യൂണിറ്റ് കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒരു കുറവ് മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സെറ്റാണ്. പക്ഷേ ഫ്രണ്ട് ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ നൈസ്.